ഹലോ, ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ലിപ്പോ പ്രോട്ടീൻസ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് കുറേ പ്രീവിയസ് ഷോർട്ട് ടെസ്റ്റ് ചോദിച്ചിട്ടുണ്ട്, ഷോർട്ട് നോട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. ലിപ്പോ പ്രോട്ടീൻസ് മെയിനായിട്ട് അതിൽ പഠിക്കാനുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ, then classification, then functions. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. അപ്പോൾ ലിപ്പോ പ്രോട്ടീൻസ് എന്താണ്? ലിപ്പോ പ്രോട്ടീൻസ് നമുക്കറിയാലോ. ലിപ്പിഡ് എന്താണ്? വാട്ടർ ഇൻസോല്യൂബിൾ ആണല്ലേ, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് വാട്ടർ ഇൻസോല്യൂബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ബ്ലഡിൽ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ബ്ലഡിൽ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്താവണം? അത് വാട്ടർ സൊല്യൂബിൾ ആവണം. അപ്പം നമ്മൾ ബോഡി എന്ത് പണി ചെയ്തു എന്നറിയോ? ഈ നമ്മുടെ ലിപ്പിഡിൻ്റെ കൂടെ ഒരു പ്രോട്ടീനും കൂടി അങ്ങ് കമ്പൈൻ ചെയ്തു. ഈ ലിപ്പിഡിൻ്റെ കൂടെ ഉണ്ടല്ലോ ഒരു പ്രോട്ടീനും കൂടി കുറച്ച് പ്രോട്ടീൻസും കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്താക്കി? അതിനെ ലിപ്പോ പ്രോട്ടീൻസ് ആക്കി മാറ്റി. അപ്പോൾ ലിപ്പോ പ്രോട്ടീൻസ് എന്താ? വാട്ടർ സൊല്യൂബിളാ. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ബ്ലഡിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രശ്നം സോൾവ് ആയല്ലോ. അപ്പോൾ അതാണ് ലിപ്പോ പ്രോട്ടീൻസ്. ലിപ്പോ പ്രോട്ടീൻസ് ആർ ദ ട്രാൻസ്പോർട്ട് ഫോം ഓഫ് ലിപ്പിഡ്സ് ഇൻ ദ ബ്ലഡ്. ഇനി സ്ട്രക്ചറിലോട്ട് നോക്കാം. സംഭവം എന്താണെന്ന് മനസ്സിലായില്ലേ? ലിപ്പോ പ്രോട്ടീൻസ് എന്താണെന്ന് മനസ്സിലായി. ഇനി ഇതിൻ്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. ലിപ്പോ പ്രോട്ടീൻസിന് 2 പാർട്ടുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ലിപ്പിഡിൻ്റെ കൂടെ പ്രോട്ടീൻസ് ആഡ് ചെയ്തതാണ്. അപ്പോൾ അതിനൊരു പ്രോട്ടീൻ പാർട്ടുണ്ട്, ലിപ്പിഡ് പാർട്ടുണ്ട്. ഈ പ്രോട്ടീൻ പാർട്ടിൽ അതെന്താ കണ്ടെയ്ൻ ചെയ്യുന്നത്? പ്രോട്ടീൻ പാർട്ടിൻ്റെ പേരാണ് അപ്പോ ലിപ്പോ പ്രോട്ടീൻസ്. ലിപ്പിഡ് പാർട്ടിൽ ലിപ്പോ പ്രോട്ടീൻ ലിപ്പിഡ് പാർട്ട് കണ്ടെയ്ൻസ് വേരിയബിൾ എമൗണ്ട് ഓഫ് കുറേ ട്രൈഗ്ലിസറൈഡ്സ് ഉണ്ടാവും, കൊളസ്ട്രോൾ എസ്റ്റർ, ഫോസ്ഫോലിപ്പിഡ്സ്, ഫാറ്റി ആസിഡ്, ഇങ്ങനെ കുറേ വേരിയബിൾ എമൗണ്ട്സ് ഓഫ് ലിപ്പിഡ്സ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് ലിപ്പിഡ് പാർട്ടിൽ. ഓക്കെ അല്ലേ? ഇനി ഈ സ്ട്രക്ചർ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു ചിത്രം കൂടി വരച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ഇത് സ്ട്രക്ചർ സെപ്പറേറ്റ് ചോദിക്കാറുണ്ട്, ഫങ്ഷൻസ്, ക്ലാസിഫിക്കേഷൻ അങ്ങനെ സെപ്പറേറ്റ് ഷോർട്ട് നോട്ടായി ചോദിക്കാറുണ്ട്, ടോട്ടലി ഒരു ഷോർട്ടസ്റ്റ് ആയിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് 3 എഴുതി കൊടുക്കുക. ഈ സ്ട്രക്ചർ ഓഫ് ലിപ്പോ പ്രോട്ടീൻ ചോദിക്കുമ്പോൾ ഈ സ്ട്രക്ചർ നിങ്ങൾ വരച്ച് വെക്കുക. നമുക്ക് ആദ്യം അതിൽ എന്തൊക്കെയുണ്ട് നോക്കട്ടോ. ഇതാണ് ഈ ബ്ലൂ കളർ കാണുന്നില്ല നിങ്ങൾ? ഇതെന്താ? ഈ ബ്ലൂ കളർ കാണുന്നതാണ് ഫോസ്ഫോലിപ്പിഡ് മോണോലെയർ, ഒരു ഫോസ്ഫോലിപ്പിഡ് ലെയർ. ദെൻ വരുന്നത് ഈ ഫോസ്ഫോലിപ്പിഡ് മോണോലെയറിൻ്റെ ഇടയിലായിട്ട് ഫ്രീ കൊളസ്ട്രോൾസ് നമുക്ക് കാണാൻ കഴിയും. ഫ്രീ കൊളസ്ട്രോൾസ് ഈ യെല്ലോ കളർ കാണുന്നതാണ്. ഈ ഫോസ്ഫോലിപ്പിഡ് മോണോലെയറിൻ്റെ ഇടയിലായിട്ട് കുറച്ച് ഫ്രീ കൊളസ്ട്രോൾസ് കാണാം. ഈ ഫോസ്ഫോലിപ്പിഡ് മോണോലെയറിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് പറയാം? കുറേ ലിപ്പിഡ്സിനെ കാണാം. കൊളസ്ട്രോൾ എസ്റ്റേഴ്സിനെ കാണാം, പിന്നെ ട്രൈ അസൈൽ ഗ്ലിസറോളിനെ കാണാം. ഓക്കെ അല്ലേ? അപ്പോൾ ലിപ്പിഡ് പാർട്ട് അപ്പം നമ്മൾ കണ്ടേ. അപ്പം ഇതിൻ്റെ അപ്പോ ലിപ്പോ പ്രോട്ടീൻ പാർട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു വൈറ്റ് ഈ വൈറ്റ് ഉണ്ടല്ലോ, ഈ വൈറ്റാണ് പ്രോട്ടീൻ പാർട്ട്. 2 ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് അപ്പോ ലിപ്പോ പ്രോട്ടീൻസ് നമുക്ക് കാണാം. ഇൻ്റഗ്രൽ അപ്പോ ലിപ്പോ പ്രോട്ടീൻസ്, ഫോസ്ഫോലിപ്പിഡ് മോണോലെയറിൽ എംബഡഡ് ആയിട്ടുള്ള ഇൻ്റഗ്രൽ അപ്പോ ലിപ്പോ പ്രോട്ടീൻസ് നമുക്ക് കാണാം. അതിൻ്റെ പുറത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള പെരിഫറൽ അപ്പോ പ്രോട്ടീൻസിനെ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ സ്ട്രക്ചറും ഓക്കെ ആയി. ഈ പിക്ചർ വരച്ച് വെക്കുക. 2 പാർട്ട് ഉണ്ടെന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ലിപ്പോ പ്രോട്ടീൻ ക്ലാസിഫിക്കേഷൻ. ലിപ്പോ പ്രോട്ടീൻ ക്ലാസിഫിക്കേഷന് 2 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒരു ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഡെൻസിറ്റി, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇലക്ട്രോഫോററ്റിക് മൊബിലിറ്റി. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഡെൻസിറ്റി നമുക്ക് നോക്കാം കേട്ടോ. ബേസ്ഡ് ഓൺ ഡെൻസിറ്റി മെയിൻലി 4 ആണ്. ഡെൻസിറ്റി നമ്മൾ 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. കൈലോ മൈക്രോൺസ്, വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, ദെൻ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, ദെൻ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഇതിൽ ഏറ്റവും ഡെൻസിറ്റി കുറവുള്ളത് ഏതിനാണ്? കൈലോ മൈക്രോൺസിന്. പിന്നെ ഡെൻസിറ്റി അതിനേക്കാളും കുറച്ചുകൂടി കൂടുതലുള്ളത് വെരി ലോ ഡെൻസിറ്റി, അതിനേക്കാളും കൂടുതൽ ലോ ഡെൻസിറ്റി, പിന്നെ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ളത് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഇങ്ങനെ കേട്ടോ അതിൻ്റെ ഓർഡർ തന്നെ. അപ്പോൾ ക്ലാസിഫൈ കൈലോ മൈക്രോൺസിന് ഡെൻസിറ്റി എന്ന് പറയുന്നത് <0.96 ആണ്. അപ്പോൾ വെരി ലോ ഡെൻസിറ്റിൻ്റെയോ അത് ഡെൻസിറ്റി ഈസ് ബിറ്റ്വീൻ
0.96 to 1.006. അപ്പോൾ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ്റെ പറയുകയാണെങ്കിൽ 1.006 to 1.063 ഇതിൻ്റെ ഇടയിലാണ് ഡെൻസിറ്റി വരിക. അപ്പോൾ ഹൈ ഡെൻസിറ്റി ആണെങ്കിൽ 1.063 to 1.21 ഇതിൻ്റെ ഇടയിലാണ് ഡെൻസിറ്റി വരിക. ഈ ഒരു 3 വാല്യൂ ഓർത്ത് വെച്ചാൽ മതി. 0.96, 0.96, 1.006 ആൻഡ് 1.063 ആൻഡ് ലാസ്റ്റ് 1.21. ഓക്കെ, ഈ വാല്യൂ ഒന്ന് ഓർത്ത് വെച്ചില്ലെങ്കിൽ മറന്നുപോയാൽ പ്രശ്നമില്ല. മെയിനായിട്ട് ബേസ്ഡ് ഓൺ ഡെൻസിറ്റി ഈ ക്ലാസിഫിക്കേഷൻ ആണെന്ന് അറിയാം. ഏറ്റവും കുറവ് ഡെൻസിറ്റി ഉള്ള കൈലോമൈക്രോൺസിനാണ്. പിന്നെ ഈ ഓർഡർ ഓക്കെ അല്ലേ. നെക്സ്റ്റ് നമ്മൾ വരുന്നത് സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഇലക്ട്രോഫോററ്റിക് മൊബിലിറ്റി. നമ്മുടെ ലിപ്പോപ്രോട്ടീൻസിന് നമ്മൾ ഇലക്ട്രോഫോറിസ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. അതും സെയിം തന്നെ 4 ക്ലാസിഫിക്കേഷൻ നമ്മൾ നേരത്തെ പഠിച്ച സെയിം സംഭവം. നമുക്ക് നോക്കാം. നമ്മളെ കൈലോമൈക്രോൺസ് ഉണ്ടല്ലോ, നമ്മളെ കൈലോമൈക്രോൺസ് ഇലക്ട്രോഫോറസിസ് ചെയ്യുമ്പോൾ അത് മൂവ് ചെയ്യില്ല. നമ്മുടെ സ്റ്റേ അറ്റ് ദ റീജിയൻ ഓഫ് ദി അപ്ലിക്കേഷൻ ഓഫ് ദി സെറം. നമ്മൾ സെറം അപ്ലൈ ചെയ്ത ആ പോയിന്റിൽ തന്നെ അത് നിൽക്കും. ഇറ്റ് ഡസൻ മൂവ്. നെക്സ്റ്റ് വരുന്നത് VLDL. VLDL എന്ത് ചെയ്യുമെന്ന് അറിയാം. നമ്മുടെ VLDL ഇറ്റ് മൂവ്സ് ടു ദ പ്രീ ബീറ്റ റീജിയൻ. പ്രീ ബീറ്റ റീജിയനിലോട്ട് VLDL മൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ VLDLനെ വിളിക്കുന്ന പേരാണ് പ്രീ ബീറ്റ ലിപ്പോപ്രോട്ടീൻ. ഓക്കെ അല്ലേ. അപ്പം നമ്മുടെ LDL എന്താ ചെയ്യാൻ നോക്കാം. LDL അറിയാമല്ലോ, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. അതെങ്ങോട്ട് മൂവ് ചെയ്യും, ബീറ്റ റീജിയനിലോട്ട് മൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ അതിനെ LDLനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബീറ്റ ലിപ്പോപ്രോട്ടീൻ എന്ന് വിളിക്കുന്നു. നമ്മുടെ HDL ഹൈ ഡെൻസിറ്റി, നമ്മൾ നേരത്തെ ഡെൻസിറ്റി വെച്ച് ക്ലാസിഫൈ ചെയ്ത ക്ലാസിഫിക്കേഷനാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ, കൈലോമൈക്രോൺസ് വെരി ലോ ഡെൻസിറ്റി. ഈ HDL ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്ത് ചെയ്യുന്നറിയോ, ആൽഫ റീജിയനിലോട്ട് മൂവ് ചെയ്യും. ആൽഫ റീജിയനിലോട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അപ്പോൾ അതിനെ വിളിക്കുന്ന പേരെന്ത്, ആൽഫ ലിപ്പോപ്രോട്ടീൻ. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ 2 ക്ലാസിഫിക്കേഷനും കണ്ടു, ബേസ്ഡ് ഓൺ ഡെൻസിറ്റി ആൻഡ് ബേസ്ഡ് ഓൺ ഇലക്ട്രോഫോററ്റിക് മൊബിലിറ്റി. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് എന്തിലോട്ടാണ്, ഫങ്ഷൻസ് ഓഫ് ലിപ്പോപ്രോട്ടീൻസ്. ലാസ്റ്റ് ടോപ്പിക്കാണ്, സിമ്പിളാണ്, ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞല്ലോ ലിപ്പോപ്രോട്ടീൻ എന്താ, ട്രാൻസ്പോർട്ട് ഫോം ഓഫ് ലിപ്പിഡ് ഇൻ ദ ബ്ലഡ്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസ് സംഭവം എന്തായിരിക്കും, ട്രാൻസ്പോർട്ട് ഡിഫറെൻറ്റ് ലിപ്പിഡ്സ് ഇൻ ദ ബോഡി. മെയിൻ ഫങ്ഷൻ അതാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്ലി കൈലോമൈക്രോൺസ്. നമ്മുടെ കൈലോമൈക്രോൺസ് എന്താ ചെയ്യാന്നറിയോ, ഇറ്റ് ട്രാൻസ്പോർട്ട് എക്സോജീനസ് ട്രൈഗ്ലിസറൈഡ്സ് ഫ്രം ഇൻറ്റസ്റ്റൈൻ ടു ദി പെരിഫറൽ ടിഷ്യൂ. എക്സോജീനസ് ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് സപ്ലൈ ചെയ്യുന്ന, ഫുഡിലൂടെ സപ്ലൈ ചെയ്യുന്ന ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറഞ്ഞാൽ എ ടൈപ്പ് ഓഫ് ലിപ്പിഡാ. അപ്പോൾ കൈലോമൈക്രോൺസ് ട്രാൻസ്പോർട്ട് എക്സോജീനസ് ട്രൈഗ്ലിസറൈഡ്സ് ഫ്രം ദി ഇൻറ്റസ്റ്റൈൻ ടു പെരിഫറൽ ടിഷ്യൂ. പെരിഫറൽ ടിഷ്യൂ എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മുടെ അഡിപ്പോസ് ടിഷ്യൂ, സ്കെൽറ്റൽ മസിലൊക്കെ പോലെയുള്ള ടിഷ്യൂകളിലേക്ക്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് VLDLൻ്റെ ഫംഗ്ഷൻ എന്താ നോക്കാം. ഇറ്റ് ട്രാൻസ്പോർട്ട് എൻഡോജിനിയസ് ട്രൈഗ്ലിസറൈഡ്സ് ഫ്രം ലിവർ ടു ദ എക്സ്ട്രാ ഹെപ്പാറ്റിക് ടിഷ്യൂ ലൈക്ക് മസിൽ, അഡിപ്പോസ് ടിഷ്യൂ. ഇവിടെ എൻഡോജിനിയസ് ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി തന്നെ സിന്തസൈസ് ചെയ്യുന്ന ട്രൈഗ്ലിസറൈഡ്സ്. അതായത് അതെവിടെ നടക്കുന്നത് വെച്ചാൽ ലിവറിൽ. അതുകൊണ്ടാണ് എൻഡോജിനിയസ് ട്രൈഗ്ലിസറൈഡ്സ് ഫ്രം ദ ലിവർ ടു പെരിഫറൽ ടിഷ്യൂ. ഓക്കെ അല്ലേ. കൈലോമൈക്രോൺസ് എക്സോജീനസ് ട്രൈഗ്ലിസറൈഡ്സിന് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ VLDL എന്ത് ചെയ്യും, എൻഡോജീനസ് ട്രൈഗ്ലിസറൈഡ്സ് ഫ്രം ലിവർ ട്രാൻസ്പോർട്ട് ചെയ്യും. നമ്മുടെ LDLൻ്റെ ജോലി എന്താ, അപ്പോൾ നമ്മുടെ LDL എന്ത് ചെയ്യുന്നറിയോ, കൊളസ്ട്രോൾ ഫ്രം ദ ലിവർ ടു ദ എക്സ്ട്രാ ഹെപ്പാറ്റിക് ടിഷ്യൂ. അതിൻ്റെ മെയിൻ ജോബ് എന്താണെന്ന് വെച്ചാൽ ഈ ട്രാൻസ്പോർട്ട് ലിവറിൽ നിന്നുള്ള കൊളസ്ട്രോളിനെ എക്സ്ട്രാ ഹെപ്പാറ്റിക് ടിഷ്യൂയിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. ആൻഡ് ലാസ്റ്റ്ലി നമ്മൾ HDLൻ്റെ ഫംഗ്ഷൻ നോക്കാം. അത് HDLൻ്റെ ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയും. ഭയങ്കര നല്ല കൊളസ്ട്രോളാണ്. നല്ല കൊളസ്ട്രോൾ അതെന്താണെന്ന് വെച്ചാൽ ഈ ട്രാൻസ്പോർട്ട് കൊളസ്ട്രോൾ ആൻഡ് കൊളസ്ട്രോൾ എസ്റ്റേഴ്സ് ഫ്രം എക്സ്ട്രാ ഹെപ്പാറ്റിക് ടിഷ്യൂ ബാക്ക് ടു ദി ലിവർ. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ കൊളസ്ട്രോളിനും ബാക്ക് ടു ലിവർ റിട്ടേൺ ചെയ്യുന്നത്. നമ്മുടെ ബ്ലഡിലെ കൊളസ്ട്രോളിന് അത് കുറയ്ക്കുന്നത്. അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്, ഗുഡ് കൊളസ്ട്രോളാന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ ആണല്ലോ. നമ്മൾ സ്ട്രക്ചർ പഠിച്ചു, ഫങ്ഷൻസ് പഠിച്ചു, ലിപ്പോപ്രോട്ടീൻ ക്ലാസിഫിക്കേഷൻ, 2 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ പഠിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലിപ്പോപ്രോട്ടീൻ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഞാൻ ഇതിൻ്റെ നോട്ട് നമ്മുടെ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യാം, അത് വെച്ച് പഠിക്കുക. ഓക്കെ, താങ്ക് യു.